ചാനലുകൾ തമ്മിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇതാണ്. പൊതുവെ ചാനലുകൾ വാർത്തകൾ അവതരിപ്പിക്കുന്നതിലും ഞങ്ങളാണ് ഫസ്റ്റ് വാർത്ത കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ കാണാം. പക്ഷെ ആദ്യമായിട്ടാണ് രണ്ട് ചാനലുകൾ തമ്മിൽ അവരുടെ ഡയറക്ടേഴ്സ് പ്രതികളാകുന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻ കാണുന്നത്. ബാർക്ക് റേറ്റിംഗ്, അതായത് നമ്മുടെ ഈ ഓരോ ചാനൽ TRP റേറ്റിംഗ് പോലെ തന്നെ ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് റേറ്റിങ്ങിൽ ഫസ്റ്റ് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ, അതായത് കോഴകൾ കൊടുത്തിട്ട് കോടികൾ ബാർക്ക് റേറ്റിങ്ങിലെ ഉദ്യോഗസ്ഥന് കൊടുത്തിട്ട് തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ MD പ്രതിയായ ഒരു സംഭവമാണ് 24 ന്യൂസിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ 24 ന്യൂസിൻ്റെ ഡയറക്ടർമാരിൽ ഒരാൾ തട്ടിപ്പ് നടത്തി, അതായത് ഒരു ആശുപത്രി തട്ടിപ്പിലൂടെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് 24 ന്യൂസിൻ്റെ ഒരു ഡയറക്ടർ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിൽ ന്യൂസ് വരുന്നു. അതായത് രണ്ട് ചാനലിൻ്റെ ഡയറക്ടേഴ്സിനെതിരെയും കേസ് പറഞ്ഞുകൊണ്ട് രണ്ട് ചാനലുകളിലും വാർത്തകൾ വന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഓരോ ചാനലുകളിലും ഇപ്പോൾ ചാനലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പൊതുവെ ബാക്കിയുള്ള മാധ്യമങ്ങൾ അത് പുറത്തു വിടില്ല, അല്ലേ? നമ്മൾ പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം ഒക്കെ നടത്തിയ ചാനലിലെ പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പം അവരെ പറ്റി ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, ബാക്കിയുള്ള ചാനലുകാരും ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതായത് അതിൻ്റെ ഒരു പ്രശ്നം വന്നാൽ ഇവർ ഒറ്റക്കെട്ടായി നിൽക്കും. നമ്മൾ പുറമേ ഉള്ള സ്ത്രീപീഡന ന്യൂസുകളും അതിനൊക്കെ കാണിക്കുന്ന ഒരു ആവേശമൊന്നും ഇപ്പോൾ ഈ ചാനലുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവെ മറ്റുള്ള ചാനലുകൾ കാണിക്കില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, രണ്ടുപേരും മത്സരമാണ്. 24 ന്യൂസും റിപ്പോർട്ടറും തമ്മിൽ കൊടിയ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ബിഗ് ബോസ് ഷോ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തയായ ഒരു കാര്യം PR-നെ പറ്റിയിട്ടുള്ളതായിരുന്നു. അപ്പം അതേപോലെ ഒരു സംഭവം തന്നെയാണ് ഈ ടെലിവിഷനിലെ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ബാർക്ക് റേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ചാനലിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ ഒരു പരസ്യങ്ങളാണ്. അപ്പം ഒരാൾ പരസ്യം എങ്ങനെ കൊടുക്കുക? ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ചാനൽ നമ്മൾ പരസ്യം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, എന്നാലേ അത്രയും ആൾക്കാരിൽ എത്തുള്ളൂ. അല്ലാതെ ആരും കാണാത്ത ഒരു ചാനലിൽ നമ്മൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത്ര റീച്ച് ഉണ്ടാവില്ല. അപ്പം ഈ ഒരു എത്ര ആൾക്കാർ ഒരു ചാനൽ കാണുന്നു എന്നത് തീരുമാനിക്കുന്നത് ഈ ബാർക്ക് റേറ്റിങ്ങിലെ കൂടിയാണ്. ബാർക്ക് റേറ്റിങ്ങിൽ 1-ാം സ്ഥാനത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു എന്നുള്ള ഒരു രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇതിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ബാർക്ക് റേറ്റിംഗ് അതിനകത്തുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ റേറ്റിങ്ങിൽ തന്നെ ഡിഫറൻസ് അതായത് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് 24 ന്യൂസ് ഒന്നും അല്ല. 24 ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ രംഗത്ത് വന്നെങ്കിലും ഇതാദ്യം കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ മീഡിയ വണ്ണാണ്. ഒരു മാസം മുമ്പേ മീഡിയ വൺ ഈ ബാർക്ക് റേറ്റിങ്ങിലെ തട്ടിപ്പിനെ കുറിച്ച് എഡിറ്റേഴ്സ് ടേക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ മീഡിയ വണ്ണിലെ പ്രമോദ് രാമൻ ഇതിനെക്കുറിച്ചൊരു സംഭവം അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മീഡിയ വണ്ണിന് പലപ്പോഴും ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിൽ ഹൈ വ്യൂസ് ഉണ്ടാകുന്ന സമയത്തും ഈ ടെലിവിഷൻ ബാർക്ക് റേറ്റിങ്ങിൽ ഏറ്റവും താഴെ കിടക്കുന്നത് കൊണ്ട് സംശയം തോന്നി അവർക്ക്. അപ്പോൾ അവർ ഓരോന്നായി ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബാർക്ക് റേറ്റിങ്ങിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ബാർക്ക് റേറ്റിങ്ങിൽ നിന്ന് പിന്മാറി. അവരുമായിട്ടൊരു കണക്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ പുറത്തു വന്നു. ഇത് ആദ്യം ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് ദേശീയ തലത്തിൽ NDTV ആയിരുന്നു. ഇപ്പം മീഡിയ വണ്ണാണ് ഈ ബാർക്ക് റേറ്റിംഗിന് വിട്ടു നിൽക്കുന്നത്. കാരണം ഇവരുടെ ഈ ബാർക്ക് റേറ്റിംഗിൽ ഒരു അധികാരതയില്ല, ആർക്ക് വേണമെങ്കിലും കൈകടത്തി എന്ത് തീരുമാനം വേണമെങ്കിലും നടത്താം എന്നുള്ള ഒരു സംഭവം മീഡിയ വൺ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവരതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള രീതിയിൽ അന്ന് ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ആരും അനങ്ങില്ല. ഈ പറഞ്ഞ മിക്കവാറും 24 അടക്കമുള്ള ചാനൽ ഇതിൽ പങ്കുണ്ടോയെന്ന് എനിക്കറിയുന്നുണ്ട്. പക്ഷെ 24 ആണല്ലോ മിക്ക സമയത്തും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം അന്ന് ഈ പറഞ്ഞ 24 അനങ്ങിയില്ല. പക്ഷെ ഇപ്പോൾ പുതിയ വന്ന ഒരു റേറ്റിംഗ് പ്രകാരം 24 ന്യൂസിൻ്റെ 4-ാം സ്ഥാനവും റിപ്പോർട്ടറിന് 1-ാം സ്ഥാനം എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് 24 ന്യൂസ് ഇതിനെതിരെ ഒന്ന് തിരിഞ്ഞത്. കാരണം 24 ന്യൂസ് 4-ാം സ്ഥാനത്താകാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിൻ്റെ MD 100 കോടി
ഒരു ബാർക്ക് റേറ്റിംഗിൽ അതിനകത്തുള്ള ഒരു ഉദ്യോഗസ്ഥന് കൊടുത്തു എന്നാണ് ഇപ്പം പുതിയ കേസ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ദേശീയ തലത്തിൽ റിപ്പബ്ലിക് ചാനലിന് ഇതേപോലെ തന്നെ ഒരു തട്ടിപ്പിൽ പിന്നെ അറസ്റ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് അവർ വിട്ടയക്കുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്നത് സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പോൾ യൂട്യൂബിൽ ചാനലും ഇതിലൊക്കെ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, നമ്മളുടെ ചാനൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് കണ്ടാൽ പോലും വ്യൂസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ടെലിവിഷനിൽ ഇപ്പം കേരള വിഷൻ്റെ കേബിൾ ഉണ്ടല്ലോ, കേരള വിഷൻ്റെ. അപ്പോൾ അവരുടെ കേബിൾ ചാനലുകളിൽ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ ചാനൽ നമ്മൾ ടി വി വെക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ചാനൽ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ്. അതായത് 1ാം നമ്പറായിട്ട് കാണുന്ന റിപ്പോർട്ടർ ചാനലാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് കണ്ടാൽ മതി, അപ്പോൾ തന്നെ എന്താ പറയുക, ഈ ബാർക്ക് റേറ്റിംഗ് ആയിട്ട് കൂട്ടുകയാണ്. അല്ലാണ്ട് നമ്മൾ ശരിക്കും ആ ഒരു ചാനൽ വെക്കുക നമ്മുടെ സ്വന്തം താല്പര്യത്തോടെ നമ്മൾ ആ ചാനൽ വെച്ച് കാണുന്നത് പോലെയല്ല. നമ്മൾ ടി വി ഓൺ ആകുമ്പോൾ തന്നെ കാണുന്നത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലാണ്. അങ്ങനെ എന്താ പറയുക, ഫേക്കായിട്ടൊരു വ്യൂസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് ഈ ലാൻഡിങ് പേജ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമ്പറിൽ ഈ ഒരു റിപ്പോർട്ടർ ചാനൽ വരുന്നതിന് ഈ ലാൻഡിങ് പേജ് എന്ന് പറയുന്നത് കോടികൾ ഈ പറഞ്ഞ കേരള വിഷനോ അങ്ങനെയുള്ള ടീമിന് കൊടുത്ത് ഇവർ വിലക്കെടുക്കുന്നതാണ്. ഈ റിപ്പോർട്ടർ ചാനൽ വിലക്കെടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇത്രയും നാളിലായിരുന്നു. ഇപ്പം എന്താ പറയുക, നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ ടി വി വെച്ചു, അതിനുശേഷം നമ്മൾ റിപ്പോർട്ടർ ചാനൽ കാണുന്നു, അതിനുശേഷം നമ്മൾ വേറൊരു ചാനൽ വെക്കണം നമുക്ക്. അതിപ്പം വേറെ ഏത് മഴവിൽ മനോരമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ നമ്പർ പ്രസ് ചെയ്താലും നെക്സ്റ്റ് അടിച്ചാലും ഇപ്പോൾ നിലവിൽ കേരള വിഷനിൽ വരുന്നത് ഏഷ്യാനെറ്റ് ചാനലാണ്. ഇതും ഈ പറയുന്നത് പോലെ കോടികൾ എറിഞ്ഞിട്ട് സ്വന്തമാക്കുന്ന ഒരു തട്ടിപ്പാണ്. അതായത് നമ്മൾ ഫസ്റ്റ് വെച്ചു, അതിനുശേഷം നമ്മൾ വേറെ ഏത് ചാനൽ വെക്കാൻ ശ്രമിച്ചാലും വരില്ല, പകരം ഏഷ്യാനെറ്റ് ന്യൂസാണ് വരിക. അപ്പോൾ റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും ഇവർ രണ്ടുപേരും കോടികൾ എറിഞ്ഞ് ഈ ഒരു സംഭവം സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫോൾസ് ആയിട്ടൊരു വ്യൂസ് ഇവർ റേറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി പരസ്യം ചെയ്യാനുള്ള കമ്പനികളെ ആകർഷിച്ച് ഇവർ പൈസ ഉണ്ടാക്കുന്നു എന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവർ ഈ ടെലിവിഷൻ രംഗത്ത് ഇത് പറയാമെന്ന് വെച്ചാൽ, ഇപ്പം ശ്രീകണ്ഠൻ നായർ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത് പുള്ളി ഭയങ്കര പുലി തന്നെയാണ്. കാരണം കുറേ നാളായിട്ട് ഈ ഒരു ചാനൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് പുള്ളിയുടെ അത്ര അനുഭവ സമ്പത്തൊന്നും വേറെ ആർക്കും ഇല്ല. അത്രയും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിജയിപ്പിച്ചൊരു വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത്. അപ്പം ശ്രീകണ്ഠൻ നായർ 24 ചാനൽ തുടങ്ങിയ ശേഷം എന്താ പറയുക, ഇപ്പോൾ ഏത് ഷോ എടുത്താലും 24 ന്യൂസിനെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ചാനലുകൾ ഓരോ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, രാവിലെ 7 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാനൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ മസിൽ പിടിച്ച് പിന്നെ ന്യൂസ് വായിക്കുന്ന പോലെയല്ല, നല്ല ക്യാഷ്വലായിട്ട്, അതുമാത്രമല്ല ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്ത് അവർ വായിക്കുന്ന മെസ്സേജസും യൂട്യൂബിലെ മെസ്സേജസും കാര്യങ്ങളൊക്കെ പുള്ളി വായിക്കും. അതിൻ്റെ കൂടെ വാർത്തയും വായിക്കും. അങ്ങനെ ക്യാഷ്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒക്കെ നമ്മൾ ന്യൂസ് കാണുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, കാണുന്നവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാതെ മസിൽ പിടിച്ച് ഇങ്ങനെ രണ്ടുപേർ വാർത്ത വായിക്കുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് അല്ല. അപ്പം അത് നല്ല എന്താ പറയുക, കുറേ പ്രേക്ഷകരെ അങ്ങോട്ടേക്ക് ആകർഷിക്കാനിടയായി. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ള ചാനൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് വിത്ത് അങ്ങനെ പറഞ്ഞ മാതൃഭൂമിയിലും അങ്ങനെ പുതിയ ചാനലിലൊക്കെ ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ഷോ കോപ്പി ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇപ്പം 24 പലതരത്തിലുള്ള എന്താ പറയുക, 12K വിസ്താര, പിന്നെ സ്റ്റേജ്, പിന്നെ അതുപോലെ തന്നെ ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഏറ്റവും കൂടുതൽ 24 കൊണ്ടുവന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരം വരെ അവർ, പിന്നെ ഈ കോവിഡ് സമയത്ത് തൃശ്ശൂർ പൂരം വരെ അവർ ഫ്ലോറിൽ അവതരിപ്പിക്കുകയുണ്ടായി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്. അപ്പം ഇതിലൊക്കെ പല ചാനലുകളിലും അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പിന്നെ അവർക്കങ്ങനെ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ റിസൾട്ടും ഒക്കെ ഭയങ്കര ഇത്രയും എന്താ പറയുക, കോമഡിയോടെ അവതരിപ്പിച്ച ചാനൽ വേറെ ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇലക്ഷൻ സമയത്ത് ഈ 24 എന്ന് പറഞ്ഞ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അത്രയും നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഒരു ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് 24 ന്യൂസിലൂടെയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ളവരും ഫോളോ ചെയ്തിട്ട് അതേ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്ത് ഓരോന്ന് കൊണ്ടുവരുന്നത്. ഇപ്പം 24 ന്യൂസിലും അകത്തും എന്താ പറയുക, മുമ്പിലും പുറകിലുമായി പ്രവർത്തിച്ച കുറേ പേര് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ എത്തിയിരിക്കുന്നത്. അതായത് 24 ന്യൂസിൽ പിന്നെ സാലറി ഇഷ്യൂവും അങ്ങനെയൊക്കെ കൊണ്ട് കുറേ പേര്
ചാടി റിപ്പോർട്ടറിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ റിപ്പോർട്ടറിൽ തന്നെ കുറേ വനിതാ റിപ്പോർട്ടർമാർ അവരുടെ എന്താ പറയുക ഈ ജോലിഭാരവും പിന്നെ മേലുദ്യോഗസ്ഥരുടെ ഒരു പീഡനം എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് റിപ്പോർട്ടറിൽ നിന്ന് പുറത്തും പോയിട്ടുണ്ട്. അങ്ങനെ കുറേ പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24 ന്യൂസിൽ പലരും തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചാനലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ഇപ്പോൾ ബാർക്ക് റേറ്റിങ്ങിൻ്റെ ആണെങ്കിലും വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവർക്ക് പരസ്പരം അറിയായിരിക്കും. പിന്നെ റിപ്പോർട്ടർ ചാനലുള്ള ഒരു ഇതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പം അതിനകത്ത് പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഇപ്പം എന്താ പറയുക അവതാരകരാണെങ്കിൽ അവർക്ക് എന്താ പറയുക അവരുടെ പാർട്ടി അവർ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ തുറന്ന് പറയാനും അതിൻ്റെ പേരിൽ തമ്മിലടിക്കാനും ഉള്ളൊരു അവസരം റിപ്പോർട്ടർ ചാനലുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമുണ്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം റിപ്പോർട്ടർ ചാനലുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ അവതാരകർ തമ്മിൽ എന്താ പറയുക അടിച്ച് ഇതാകുന്ന ഒരു എന്താ പറയുക തമ്മിലടിക്കുന്ന ഒരു പരിപാടിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു വിഷയം എടുക്കും, അതിന് ഓരോ പാർട്ടി ബേസിൽ ഓരോ അവതാരകർ നിൽക്കുന്നു, അതിനുശേഷം ഇവർ തമ്മിലടിക്കുന്നു. അതാണ് റിപ്പോർട്ടറിലെ ഒരു മെയിനായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. വേറെ 24 ഇല്ലാത്തൊരു ഐറ്റം അത് ഇതാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയം എന്താണോ അത് വെച്ച് സംസാരിക്കാനുള്ള എന്താ പറയുക വാദിക്കാനുള്ള ഒരു അവസരമാണ് റിപ്പോർട്ടറിൽ കിട്ടുന്നത്. 24 അതില്ല. അപ്പോൾ അതുപോലെ ടെലിവിഷനിൽ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പെടുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇവർ ചെയ്യുന്നത് ഫോൺ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പാണ്. അതായത് ഒരേ സമയം ഇവരാണെങ്കിൽ ഒരു ചാനലാണെങ്കിൽ ഇപ്പോൾ അവർക്ക് കുറേ വ്യൂസ് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ കുറേ വ്യൂസ് വേണമെങ്കിൽ ഒരു കമ്പനി അങ്ങ് ഏൽപ്പിക്കും. അപ്പോൾ ആ കമ്പനി കുറേ ഫോൺ ഒരേ സമയം ഓൺ ചെയ്ത് വെച്ച് ഈ ഒരു ചാനൽ കാണുന്ന രീതിയിലാക്കും. അപ്പോൾ ഒരു ഓൺലൈൻ ഒരു വ്യൂ വരുമ്പോൾ അത്രയും പേര് ഓൺലൈനായിട്ട് കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ പുറമേ ഉള്ള സാധാ പ്രേക്ഷകർക്ക് തോന്നും. അതാണ് ഫോൺ ഫാമിംഗ് എന്ന് പറഞ്ഞ തട്ടിപ്പ്. അങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ എന്താ പറയുക ആൾക്കാർ വിചാരിക്കും ഇത്രയും ആൾക്കാർ ഇവരുടെ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 24 ആണെങ്കിലും റിപ്പോർട്ടൊക്കെ നമ്മൾ പറയുന്നത് കേട്ടില്ലേ, ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് പറയാം ഇത്രയും പേര് ഇപ്പോൾ ലൈവായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലും ഈ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം. അങ്ങനെ പലതരത്തിൽ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചാനലുകളെല്ലാം. അതായത് നമ്മൾ PR എന്ന് പറഞ്ഞ പോലെ തന്നെ ബാർക്ക് റേറ്റിംഗ് ആണെങ്കിലും ഇപ്പം സീരിയലിലെ TRP റേറ്റിംഗ് ആണെങ്കിലും ഈ TRP റേറ്റിംഗ് നടത്തുന്ന സമയത്തും നമ്മളെല്ലാ വീടുകളിലും ഒന്നും ഈ സംഭവം വെക്കുന്നില്ല റേറ്റിംഗ് നോക്കാൻ വേണ്ടി. അവർക്ക് തോന്നുന്ന ഏതെങ്കിലും കുറച്ച് സ്ഥലത്ത് കൊണ്ട് വെക്കും. അവർ കാണുന്ന പിന്നെ പരിപാടിക്ക് TRP കൂടുതലെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊന്നും ഒരു ആധികാരികതയും ഒരു ഇപ്പം പറയുക ഒരു സത്യസന്ധതയും കാര്യങ്ങളും ഒന്നുമില്ല. അതാണിപ്പം എന്താ പറയുക സാധാ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. പണ്ടേ ഈ സംഭവം അറിയുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇപ്പോഴാണ് എന്താ പറയുക കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു തട്ടിപ്പിനെ പറ്റി പുറത്ത് വന്നത്.